2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണിപ്പോൾ ഇറാനിൽ നടക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും സംഘടിപ്പിക്കുന്ന സ്പോൺസേഡ് കലാപം എന്നുതന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിവരും. ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോൾ 100%, അതിൽ തർക്കം വേണ്ട. അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ഉൾപ്പെടെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിലെത്തിയതും യുദ്ധത്തിനുള്ള അമേരിക്കയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. എന്നാൽ ട്രംപിന്റെയും അമേരിക്കയുടെയും സകല അഹങ്കാരവും തീർക്കുന്ന ഒരു തിരിച്ചടി ഇറാനിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രംപ് ആക്രമിക്കണമെന്ന് പറയുമ്പോൾ അത് വേണമോ എന്ന് ശങ്കിക്കുന്ന ഒരു വിഭാഗം സെനറ്റർമാരും സൈനിക ജനറൽമാരും അമേരിക്കയിലുണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴടക്കാൻ ഒരു രാജ്യത്തിനും കഴിയുകയില്ല. അതുകൊണ്ടാണ് പർവ്വതപ്രദേശങ്ങളും ആഴത്തിലുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങളുമുള്ള ഇറാനെ ഒരു സങ്കീർണമായ സൈനിക ലക്ഷ്യമായി ലോകശക്തികൾ തന്നെ കണക്കാക്കുന്നത്. ഇറാന് ഒരു വിശാലമായ പ്രോക്സി നെറ്റ്വർക്ക് തന്നെ ലോകത്തുണ്ട്. അതിനെ ഇപ്പോഴും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണപ്പാത ഇറാൻ തടഞ്ഞാൽ ലോകവ്യാപാരമാണ് സ്തംഭിക്കുക. അമേരിക്കയെപ്പോലുള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ മറികടക്കാനുള്ള ശേഷിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന് പ്രകൃതി നൽകുന്ന സുരക്ഷാ കവചം. ഇറാഖിനെ മുൻനിർത്തി ഇറാനെതിരെ വലിയ യുദ്ധം അമേരിക്ക മുൻപ് നടത്തിയിട്ടും ആ രാജ്യത്തെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് നാം മറന്നുപോകരുത്. ഇറാൻ സാഗ്രോസ്, അൽബോർസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇതൊരു ഭീമാകാരമായ പ്രകൃതിദത്ത മതിലുകളായാണ് പ്രവർത്തിക്കുന്നത്. ഈ ദുർഘടമായ ഭൂപ്രകൃതി കരയിലൂടെയുള്ള ആക്രമണങ്ങളെ നിഷ്പ്രയാസം ചെറുക്കുവാൻ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഏതൊരു ആക്രമണ സേനയ്ക്കും ഇറാന് എതിരെ കരയിലൂടെയുള്ള ആക്രമണം ഇപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇനി വ്യോമാക്രമണം ഉണ്ടായാലുള്ള കാര്യം പറയാം. ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ അതിജീവിക്കുന്നതിനായാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ഭൂമിക്കടിയിൽ വിപുലമായ മിസൈൽ നഗരങ്ങളുള്ളത്. പാരമ്പര്യ ബോംബാക്രമണങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെ സംരക്ഷിക്കുന്നതിനായി പർവ്വതങ്ങൾക്കടിയിൽ 500 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ഡിപ്പോകളെ മുൻപ് ഇറാൻ സൈന്യം തന്നെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ പ്രോക്സി ഗ്രൂപ്പുകളും. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഇറാന്റെ നിഴൽ സേനകളുടെ ശൃംഖല വളരെ വിപുലമാണ്. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ വിവിധ ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായവും ആയുധവും ഇറാനാണ് നൽകുന്നത്. ഇറാന്റെ ശക്തമായ പ്രതിരോധ നിരയും ഇത്തരം പ്രാദേശിക ശക്തികളാണ്. ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖിലെ മിലീഷ്യകൾ തുടങ്ങിയ ഗ്രൂപ്പുകളും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. മിന്നൽ വേഗത്തിലാണ് ഇത്തരം ആക്രമണങ്ങൾ സംഭവിക്കുക. അമേരിക്ക സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണുള്ളത്. 2000 കിലോമീറ്റർ വരെ അകലെയുള്ള താവളങ്ങളെയും നഗരങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ള കൃത്യമായ ആയുധങ്ങൾ ഈ ആയുധപ്പുരയിലുണ്ട്. ഇത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ മിസൈൽ കരുത്ത് 6 മാസം മുൻപ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായിരുന്നത്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നോർത്തേൺ തീരത്തെ ഇപ്പോഴും ഇറാനാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒരു സംഘർഷമുണ്ടായാൽ ഉടനടി ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കാണ് കാരണമാകുക. വലിയ നാവികസേനാ കപ്പലുകൾക്ക് പകരം മിസൈലുകളും ടോർപിഡോകളും ഘടിപ്പിച്ച ചെറുതും വേഗതയുള്ളതുമായ ആക്രമണ ബോട്ടുകളുടെ കൂട്ടത്തെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഗൾഫിലെ പരിമിതമായ ജലാശയങ്ങളിൽ വലുതും വിലയേറിയതുമായ ശത്രുയുദ്ധക്കപ്പലുകളുടെ പ്രതിരോധത്തെ മറികടക്കുന്നതിനാണ് ഇത്തരമൊരു തന്ത്രം ഇറാൻ രൂപകൽപ്പന ചെയ്തത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ റഷ്യ ചെയ്യാൻ പോകുന്നതെന്തായിരിക്കും? റഷ്യയുടെ S-300 സിസ്റ്റങ്ങളെ ഭവാർ 373 പോലുള്ള ആഭ്യന്തര പതിപ്പുകളുമായി സംയോജിപ്പിക്കുന്ന ഒരു സങ്കീർണമായ വ്യോമ പ്രതിരോധ നിരയാണ് ഇറാന് ആകാശ കവചം തീർക്കുന്നത്. റഷ്യയും ഇറാനും സമീപത്ത് പ്രധാന സഹകരണ കരാറുകളിൽ ഒപ്പുവച്ചെങ്കിലും അതൊരു സൈനിക കരാർ അല്ലാത്തതിനാൽ റഷ്യൻ സൈന്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിട്ട് രംഗത്തിറങ്ങാൻ സാധ്യതയില്ല. എന്നാൽ ഇറാൻ എന്ന രാജ്യത്തെ തകർക്കുന്ന രൂപത്തിലേക്ക് സംഘർഷം വളർന്നാൽ പുതിൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാകും. ട്രംപിനെയും അമേരിക്കയെയും കയറൂരി വിടാൻ റഷ്യ തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് യുക്രൈനിലേക്ക് ഒറേഷനിക് മിസൈൽ അയച്ചതിലൂടെ പുതിൻ നടത്തിയിരിക്കുന്നത്. ഇറാനിലേക്ക് മിസൈൽ തൊടുക്കും മുൻപും അതുകൂടി അമേരിക്കയ്ക്ക് പരിഗണിക്കേണ്ടതായി വരും. മാത്രമല്ല, അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന ഉപഗ്രഹ ഡേറ്റയും രഹസ്യാന്വേഷണ വിവരങ്ങളും തീർച്ചയായും റഷ്യ ഇറാനു നൽകും. ആധുനിക യുദ്ധത്തിൽ ഈ മൃദു സൈനിക പിന്തുണ പോലും ശത്രുവിന് വലിയ പ്രഹരമാണ് നൽകുക. അതായത് റഷ്യൻ സൈന്യം ഒരു വെടിയുതിർക്കാതെ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക സംവിധാനങ്ങളെ ചാമ്പലാക്കാൻ ഇതുവഴി ഇറാൻ സൈന്യത്തിന് എളുപ്പത്തിൽ കഴിയും. കാസ്പിയൻ കടൽ വഴി ഇറാനുമായി റഷ്യ നേരിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്നുണ്ട്.
ഈ ഉൾനാടൻ ജലാശയത്തിലേക്ക് അമേരിക്കൻ നാവികസേനയ്ക്ക് പ്രവേശനമില്ല. ഉപരോധ സമയത്ത് ഇറാനിലേക്ക് വെടിക്കോപ്പുകളും ഭക്ഷണവും നൽകുന്നതിന് റഷ്യയ്ക്ക് സുരക്ഷിതമായ ലോജിസ്റ്റിക്സ് റൂട്ടായി ഇത് മാറും. ഇറാന് ചൈന സൈനിക സഹായം നൽകിയാലും ഇല്ലെങ്കിലും സാമ്പത്തിക സഹായം നൽകുമെന്ന കാര്യമുറപ്പാണ്. ഇറാൻ പൂർണ്ണ സാമ്പത്തിക പ്രതിസന്ധിക്ക് വിധേയമാകില്ല എന്നുറപ്പാക്കേണ്ടത് ചൈനയുടെ ബാധ്യതയാണ്. UN സുരക്ഷാ സമിതിയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും വീറ്റോ പവറുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് നിയമസാധുത നൽകുന്ന ഏതൊരു പ്രമേയത്തെയും അവർ തീർച്ചയായും തടയും. ഇറാനെതിരെ വിശാലമായ ഒരു അന്താരാഷ്ട്ര സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രതിരോധം അമേരിക്കയെ തടയും. അതായത് ഇറാനെതിരെ ആക്രമണത്തിനിറങ്ങുന്നവർ തന്നെ അതിന്റെ പരിണിതഫലവും ഏറ്റുവാങ്ങേണ്ടതായി വരും എന്നത് വ്യക്തമാണ്. UN എതിർത്താൽ നാറ്റോ സഖ്യകക്ഷിയായ അമേരിക്കയുടെ കൂടെ മറ്റ് നാറ്റോ അംഗങ്ങൾക്കും യുദ്ധത്തിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. അമേരിക്ക റഷ്യ തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകും എന്നതിനാൽ ഇറാൻ അമേരിക്ക സംഘർഷമുണ്ടായാൽ പോലും അത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഏകപക്ഷീയമായി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയില്ല. റഷ്യൻ ഇന്റലിജൻസിന്റെ സഹായമുണ്ടായാൽ തന്നെ അമേരിക്കൻ താവളങ്ങളിലും ഇസ്രയേലിലും തീമഴ പെയ്യിക്കാൻ ഇറാന് കഴിയും. അവരുടെ വിശാലമായ മിസൈൽ ശേഖരം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോണുകളുടെ ശേഖരവും ഇറാനെ ഏറെ അപകടകാരിയാക്കുന്നതാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെ തകർക്കാൻ തുച്ഛമായ വിലയുള്ള ഒരു ഡ്രോണിന് കഴിയുമെന്നത് പുതിയ കാലത്തെ ടെക്നോളജിയാണ്. അതുകൊണ്ട് ലോകം ശക്തിയാണ്, ലോക പോലീസാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടുന്നതും ഏറ്റുവാങ്ങേണ്ടതായി വരും. ലോകം ശരിക്കും കൈയടിക്കാൻ പോകുന്നതും അപ്പോഴാണ്.